ഇന്ന് ജൂലൈ 31 കൊച്ചി എയർപോർട്ടിൻ്റെ പേരിൽ വാലും തലയുമില്ലാത്ത പേരും തീയതിയുമില്ലാത്ത ഒരു സർക്കുലർ ഉച്ചയ്ക്ക് ശേഷം പ്രചരിക്കുന്നുണ്ട്. അതിൽ പറയുന്നതിൻ്റെ സ്വഭാവം വെച്ചൊക്കെ നോക്കിയാൽ ദുബായ് വാർത്ത പ്രചരിപ്പിക്കുന്ന ഒരു വീഡിയോയുമായി ബന്ധം തോന്നാമെന്നുള്ളത് കൊണ്ടാണ് ഇക്കാര്യം നമ്മൾ ആദ്യമേ തുറന്നു പറയുന്നത്. ജൂലൈ 31 മുതൽ ബാർകോഡഡ് ഇ ടിക്കറ്റ്സ് അല്ലെങ്കിൽ ഓൺലൈൻ ചെക്ക് ഇൻ, വെബ് ചെക്ക് ഇൻ, കിയോസ്ക് ചെക്ക് ഇൻ, അതല്ലെങ്കിൽ ഡിജി യാത്രാ സംവിധാനത്തിൻ്റെ ആപ്പ്, ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ കാണിച്ചാൽ അകത്ത് ചെക്ക് ഇൻ ഏരിയയിലേക്ക് പ്രവേശിക്കാം യാത്രക്കാർക്ക്. അത് നിർബന്ധമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ബികാസ് ഇന്ത്യ മെയ് മാസത്തിൽ പുറപ്പെടുവിച്ച ഒരു ഉത്തരവിനെ തുടർന്നുള്ളൊരു വീഡിയോ ഞങ്ങൾ ഇട്ടിരുന്നു. മറ്റുള്ള പല മീഡിയകളും ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു. ഞങ്ങൾ ബികാസ് ഇന്ത്യ എന്ന് പറയുന്ന ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി എന്നതാണ് ഇന്ത്യയുടെ, അവർ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ ഈ കൊച്ചിൻ എയർപോർട്ടിൻ്റെ പേരിൽ വന്നിരിക്കുന്ന മെസ്സേജിൽ വ്യക്തമാക്കിയിരിക്കുന്നത് ഇങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ ആളുകൾക്ക് എളുപ്പത്തിൽ അകത്തേക്ക് പ്രവേശിക്കാൻ നല്ലതാണ്, ആശ്വാസകരമാണ്. പക്ഷേ അത് നിർബന്ധമല്ല എന്നത് മനസ്സിലാക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കൊച്ചിയിലെ ഈ എയർപോർട്ട് പറഞ്ഞു എന്ന് ഞങ്ങളും പറഞ്ഞിട്ടില്ല. ഞങ്ങളുടെ മുന്നിൽ വളരെ വ്യക്തമായി ഇപ്പോഴും ഗൂഗിൾ ചെക്ക് ചെയ്താലോ ഔദ്യോഗികമായിട്ട് ട്രാവൽ ഇൻഡസ്ട്രിയിലെ ആളുകൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലുള്ള പല പല വിമാന കമ്പനികളുടെയും ട്രാവൽ അഡ്വൈസറി അല്ലെങ്കിൽ അവരുടെ റിപ്പോർട്ടുകൾ, സർക്കുലറുകൾ, ഒമാൻ എയർ, ഗൾഫ് എയർ, വിയറ്റ്നാമിൻ്റെ എയർലൈൻസ് പോലും, വിയറ്റ് ജെറ്റ് എയർ പോലും ഇതാ ഇപ്പോഴും അവരുടെ വെബ്സൈറ്റിലുമുണ്ട്, ഗൂഗിളിൽ ചെക്ക് ചെയ്താലും കിട്ടും. ഇങ്ങനെയുള്ള സർക്കുലർ പുറപ്പെടുവിച്ചിരിക്കുന്നു. ജൂലൈ 31 മുതൽ ഈ ആൾക്കാരുടെ തിക്കും തിരക്കും എയർപോർട്ടിനകത്തേക്ക് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ഡിപ്പാർച്ചർ ആ പോർട്ടുകളിലെല്ലാം നമ്മൾ വെബ് ചെക്ക് ഇൻ ചെയ്തിട്ടോ അങ്ങനെ ഒരു തീയതിയും വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ഡിജി യാത്രാ സംവിധാനം ഇന്ത്യയിലെ ആഭ്യന്തര സർവീസുകൾക്കുള്ളതാണ്. ആ ആപ്പിലൂടെ നമ്മുടെ ആധാറുമായിട്ടൊക്കെ ലിങ്ക് ചെയ്ത് കൊണ്ടുപോകുന്ന സർവീസാണ്. അങ്ങനെയുള്ള ഫലപ്രദമായിട്ടുള്ള സാങ്കേതിക സംവിധാനങ്ങൾ നടപ്പിലാക്കുന്നു, നിർബന്ധമാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് യാത്രക്കാരെ അറിയിക്കാൻ വേണ്ടി ഏജൻസികളെയും മറ്റും അറിയിച്ചിരിക്കുന്ന കാര്യം അതാണ് ഞങ്ങൾ പറഞ്ഞത്. അത് എപ്പോൾ ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റി ഇന്ത്യ, ബികാസ് ഇന്ത്യ അത് മാറ്റുന്നു, അപ്പോൾ നമുക്ക് മാറ്റാം. ഇപ്പോൾ കൊച്ചിയിലെ എയർപോർട്ട് ഇത് പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഈ സൗകര്യം ഇല്ലാതാകുന്നില്ല എന്നുകൂടി തൽക്കാലം മനസ്സിലാക്കണം. കൊച്ചിയിലെ എയർപോർട്ടിൽ ഇല്ലെങ്കിൽ ഇല്ല, അത്രയേ ഉള്ളൂ. പക്ഷേ ഞങ്ങൾ വിളിച്ചു ചോദിക്കുമ്പോൾ കൊച്ചിയിലെ എയർപോർട്ടിലെ കൗണ്ടറിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയ മറുപടി എന്താണെന്ന് വെച്ചാൽ, അവിടെ ഇങ്ങനെ ഒരു അറിയിപ്പ് കൊച്ചിയുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾ ആരോടും യാത്രക്കാരോട് പറഞ്ഞിട്ടില്ല. നിലവിലുള്ള സാഹചര്യത്തിൽ നിങ്ങൾക്ക് അകത്ത് കയറാം, ഒരു ടിക്കറ്റിൻ്റെ കോപ്പി കാണിച്ചാൽ മതി, അത് ബാർകോഡഡ് ആണോ എന്നൊന്നും നോക്കാറില്ല, നിങ്ങൾക്ക് അകത്ത് കയറാം എന്നാണ് കൊച്ചി എയർപോർട്ട് ഞങ്ങളോട് പറഞ്ഞത്. എന്നാൽ ഏതെങ്കിലും വിമാന കമ്പനികൾ നിങ്ങളോട് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ അനുസരിക്കൂ എന്നുകൂടി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഇതെല്ലാ കാര്യങ്ങളും പൊതുജന സമക്ഷം ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ബികാസ് ഇന്ത്യ ഇക്കാര്യം മാറ്റി പറയുമോ, മറ്റുള്ള വിമാന കമ്പനികളും മാറ്റി പറയുമോ എന്ന് ഞങ്ങളും നോക്കിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ തൽക്കാലം ആ വീഡിയോ ഞങ്ങൾ പിൻവലിക്കുന്നില്ല എന്ന് ചുരുക്കം. നമ്മുടെ നാട്ടിലെ ആളുകളും നമ്മുടെ നാടിനെ ഇഷ്ടപ്പെടുന്ന മറ്റുള്ളവരും ഒരുപോലെ നമ്മുടെ വിഷമത്തിൽ പങ്കുചേരുന്ന മുഹൂർത്തങ്ങളിലൂടെ ഇപ്പോൾ ലോകം കടന്നു പോകുന്നു. വയനാട് മുണ്ടക്കൈ ഈ മണ്ണിടിച്ചിൽ, ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടാക്കിയിരിക്കുന്ന ആഘാതങ്ങൾ നമ്മുടെ വാക്കുകളിൽ പറഞ്ഞ് അവസാനിപ്പിക്കാൻ പറ്റുന്നതല്ല. 222 പേരുടെ മരണം എന്ന സംഖ്യ വന്ന നിമിഷമുണ്ടല്ലോ ഇന്ന് ഈ ജൂലൈ 31 ഉച്ച കഴിയുമ്പോൾ. അപ്പോൾ തന്നെ ഒരു കാര്യം മനസ്സിലാക്കണം, 98-ൽ തത്തുല്യമായ ഒരു ദുരന്തം ഉത്തർപ്രദേശിലെ മാൽപ്പ പ്രദേശത്തുണ്ടായത്. അന്ന് റെക്കോർഡെന്ന് പറഞ്ഞ് വന്നത് ഇതുവരെ മാറിയിട്ടില്ല, 221 ആളുകളുടെ മരണം. കുറേ ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് അന്ന് കൺഫേം ചെയ്തത് 220. ഇതുപോലൊരു വെളുപ്പാങ്കാലത്തായിരുന്നു ഉരുൾപൊട്ടലുണ്ടായത്. ആ 221 എന്നുള്ള ദുരന്ത സംഖ്യ നമ്മുടെ മുന്നിൽ വലിയ ഭീകരമായി നിൽക്കവേ 222 എന്ന് പറഞ്ഞുകൊണ്ട് വയനാട്ടിലെ കണക്ക് വരുമ്പോൾ നമ്മുടെയൊക്കെ ചങ്ക് പിളരുകയാണ്. ഇങ്ങനെ ഒരു ദുരന്ത ചിത്രത്തിൽ വയനാട് ആളുകളുടെ മരണം കൊണ്ട് ആ നിലയിലേക്ക് ആയി നിൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ എല്ലാവർക്കും ഹൃദയഭേദകമായ വാർത്തയാണ്. പുതിയതായിട്ട് ഞങ്ങളിത് റെക്കോർഡ് ചെയ്യുമ്പോൾ അറിയുന്ന കാര്യം 240-ലധികം പേർ മരിച്ചിരിക്കുന്നെന്നും ഏതാണ്ട് 200-ലധികം ആളുകൾ ഇപ്പോഴും കാണാതാകപ്പെട്ടവരുടെ ലിസ്റ്റിൽ കാണുന്നു എന്നുമാണ്. എന്നുവെച്ചാൽ തൊട്ടടുത്ത് അറിയാവുന്ന ആളുകളൊക്കെ ആരെയൊക്കെ കാണുന്നില്ല എന്നുള്ളത് പറഞ്ഞിട്ട് എഴുതുന്ന ലിസ്റ്റാണ് ഈ കാണാതാകപ്പെട്ടവരുടെ ലിസ്റ്റ്.
അങ്ങനെയാണെങ്കിൽ രാജ്യം കണ്ട ഏറ്റവും വലിയ ഉരുൾപൊട്ടൽ ദുരന്തമായി ചരിത്രത്തിൽ എഴുതി വയ്ക്കേണ്ട ഒരു സംഗതിയായിട്ട് മാറുകയാണ്. ഇനി ഒറ്റക്കെട്ടായി നമ്മൾ ഇതിനിടയിലും ആവേശമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ആളുകളൊക്കെ എന്തും നൽകിക്കൊണ്ട് ഈ ദുരന്ത ഭൂമിയിൽ പോയി ഒരു ജീവനെ രക്ഷപ്പെടുത്താൻ പറ്റുമോ എന്നുള്ള താല്പര്യം കാണിക്കുന്നു എന്നുള്ളതാണ്. അവിടെ രാഷ്ട്രീയ ഭേദങ്ങളില്ല, ജാതിയും മതവുമില്ല, പ്രാദേശിക വ്യത്യാസങ്ങളില്ല, വർണ്ണവർഗ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ഇത്രയും ഒറ്റക്കെട്ടായി മലയാളികൾ നിൽക്കുന്നു, മലയാളികളെ സ്നേഹിക്കുന്നവരും നിൽക്കുന്നു എന്നറിയുന്ന അപൂർവം സന്ദർഭങ്ങൾ കൂടിയായി ഇതിനെ നമ്മൾ വ്യാഖ്യാനിക്കണം. അത്തരത്തിലുള്ള സൗഭാഗ്യം നിറഞ്ഞ സമീപനങ്ങൾ ദുരന്തകാലത്ത് മാത്രമല്ല എല്ലാ സമയത്തും തുടരണം, ഉണ്ടായിരിക്കണം എന്നൊക്കെയാണ് ഞങ്ങൾ ഈ പ്രവാസ ഭൂമികയിൽ നിന്ന് ഓർമ്മിപ്പിക്കുന്നത്. MA യൂസഫ് അലി 5 കോടി രൂപയാണ് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവനയായി ഈ വിഷയത്തിൽ നൽകിയിരിക്കുന്നത്. കല്യാൺ ജ്വല്ലറിയും ഇതുപോലെ 5 കോടി രൂപ നൽകിയിരിക്കുകയാണ്. ഇന്ന് ഈ 31-ാം തീയതി രാത്രിയോടെ അവിടെ നേരിടുന്ന ഏറ്റവും വലിയ വിഷയം, അതിശക്തമായി മഴ ഇപ്പോഴും പെയ്യുന്നു, ശക്തമായി കാറ്റടിക്കുന്നു. ദുരിതാശ്വാസ പ്രവർത്തനങ്ങളോ രക്ഷാ ദൗത്യമോ തുടർന്നു കൊണ്ടുപോകാൻ പറ്റാത്ത വിധം പ്രതികൂലമായ കാലാവസ്ഥയാണ്. അവിടെ മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഞങ്ങൾ സൂചിപ്പിച്ചു, കോഴിക്കോട് ജില്ലയുടെ വാണിമേൽ പഞ്ചായത്തിലുള്ള വിലങ്ങാട്, അവിടെ ഇന്നും ഉരുൾപൊട്ടലുണ്ടായി. അവിടെ എടുത്തു പറയേണ്ട വേറൊരു കാര്യം, അവിടുത്തെ പ്രാദേശിക റെസ്ക്യൂ സേനകൾ, 5ഉം 10ഉം മെമ്പർമാരുള്ള ഈ സേനകൾ എല്ലാ പാർട്ടികൾക്കുമുണ്ട്, എല്ലാ കൊച്ചു കൊച്ചു വാർഡുകളിലുമുണ്ട്. അവരൊക്കെ ഇതുമായി ഒരുപാട് പരിചയിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ ചെയ്യുന്നൊരു കാര്യം, എവിടെയെങ്കിലും ഒരു ഉരുൾ പൊട്ടിയാൽ അതിലെ ഒരു മെമ്പർ അറിഞ്ഞാൽ അപ്പോൾ തന്നെ ഗ്രൂപ്പുകളിലൂടെ ആ വെള്ളം ഏത് വഴി വരാൻ സാധ്യതയുണ്ട്, അവിടങ്ങളിലുള്ള ആളുകളോട് നിങ്ങൾ ഒരു ജോലിയും ഇവിടെ നിന്ന് എടുക്കരുത്, മാറിക്കൊള്ളണം എന്ന് പറയുന്നൊരു മുന്നറിയിപ്പ് കൊടുക്കലാണ്. വളരെ സമഗ്രമായിട്ടുള്ളൊരു മനുഷ്യ വിഭവശേഷിയുടെ സമാഹരണം എന്ന അർത്ഥത്തിൽ നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയണം. അതുകൊണ്ടാണ് ഈ വയനാട് മേഖലയിലുണ്ടായ ദുരന്തത്തിൻ്റെ ഏതാണ്ട് ഒരു 10-1 ആഘാതത്തിൽ നിൽക്കുന്ന ദുരന്തം വിലങ്ങാടുണ്ടായിട്ടും ഇങ്ങനെ മരണസംഖ്യ ഉണ്ടാകാതിരുന്നത് എന്ന ആശ്വാസം ഈ ഒരു ഏകോപിച്ചുള്ള പ്രവർത്തനം കൊണ്ടാണ് എന്ന കാര്യം മനസ്സിലാക്കണം. ഇത് വിലങ്ങാടും വയനാടും മാത്രമല്ല, കേരളം മൊത്തത്തിൽ ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്, പ്രത്യേകിച്ച് മഴക്കാലത്ത് എന്ന് മനസ്സിലാക്കി ഇത്തരം മുന്നറിയിപ്പ് സംഘങ്ങൾ സജീവമാകട്ടെ. എവിടെയെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ അത് അപ്പുറത്തും ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്നും അതിൻ്റെ പ്രതിഫലനമുണ്ടാകും എന്നൊക്കെ വിളിച്ചറിയിക്കാൻ, പറഞ്ഞറിയിക്കാൻ തക്ക സംവിധാനത്തിലേക്ക് നമ്മൾ ഐക്യപ്പെട്ടു വരട്ടെ എന്നുകൂടി ഈ സമയത്ത് ആശംസിക്കുകയാണ്. ജൂലൈ മാസം പെട്രോളിന് അന്താരാഷ്ട്ര നിലവാരം വെച്ച് നോക്കിയ $84 ഒരു ബാരലിന്. ആ കണക്ക് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ ഓഗസ്റ്റിലേക്ക് വേണ്ടിയുള്ള പെട്രോളിൻ്റെയും ഡീസലിൻ്റെയും വില പ്രഖ്യാപിച്ചപ്പോൾ UAE പറയുന്നത് കഴിഞ്ഞ മാസം, അതായത് ഈ ജൂലൈ മാസം നമ്മൾ കൊടുത്തതിനേക്കാൾ ഒരു 6 ഫിൽസ് 5 ഫിൽസ് ഒക്കെ വെച്ച് എക്സ്ട്രാ 1 ലിറ്ററിന് കൊടുക്കേണ്ടി വരും ഓഗസ്റ്റ് മാസത്തിലേക്കെന്നാണ്. ഏതായാലും ചെറിയ വ്യത്യാസമേ വന്നിട്ടുള്ളൂ എന്നുള്ള ആശ്വാസമുണ്ട്. ദുബായ് വാർത്തയുടെ ജൂലൈ 31 നൈറ്റ് അപ്ഡേറ്റ് സമാപിക്കുന്നു. നന്ദി.